ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ്ഡ് ആയിട്ടുള്ള ഒരു തായ് BL സീരീസ് ആയിട്ടുള്ള ഒൺലി ഫ്രണ്ട്സ് ഡ്രീം ഓൺ ആണ്. ഈ ഒരു ഒൺലി ഫ്രണ്ട്സ് ഡ്രീം ഓണിന് മുമ്പേ തന്നെ ഇതിനൊരു സീസൺ 1 ആയിട്ട് ഒൺലി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്. അത് കാണാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ആ ഒരു സീരീസ് ഓൾറെഡി തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ സീസൺ 1 കാണുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും, കാരണം അതിൽ 1-2 ക്യാരക്ടേഴ്സ് സീസൺ 2ലേക്ക് വരുന്നുണ്ട്. സീസൺ 1 കണ്ടതിന് ശേഷം സീസൺ 2 കാണുവാണെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി വെച്ചേക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു സീരീസിൻ്റെ പേര് ഒൺലി ഫ്രണ്ട്സ് ആണെങ്കിലും പേരിനോട് തീരെ നീതി പുലർത്താത്തൊരു സീരീസാണ്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. സീസൺ 1 കണ്ടിട്ടുള്ള എല്ലാവർക്കും അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും നേരെ ഇനി ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഈ ഒരു സീരീസിലെ 2 മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ജാക്കും ഡീനും ഇൻറ്റിമേറ്റ് ആവുന്നതാണ്. അവർ രണ്ടുപേരും ഇപ്പോൾ എക്സ് ബോയ് ഫ്രണ്ട്സ് ആണ്. ഇൻറ്റിമേറ്റ് ആവുന്ന സമയത്ത് തന്നെ ഡീന് വ്യൂവേഴ്സിനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു വോയിസ് ഓവർ കേൾപ്പിക്കുന്നുണ്ട്. എക്സ് ബോയ് ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ ഇൻറ്റിമേറ്റ് ആവുന്നത് അങ്ങനെ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ, ഇതൊക്കെ നോർമൽ അല്ലേ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറച്ച് സമയങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ജാക്കും ഡീനും പഠിക്കുന്ന കോളേജിൽ ഇന്ന് സീനിയേഴ്സിൻ്റെ ഫെയർവെൽ പാർട്ടി നടക്കുകയാണ്. സോ നൈറ്റ് അതിൻ്റേതായ ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഡീനാണെങ്കിൽ സ്റ്റേജിൽ ചെന്ന് നിന്നിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. അവൻ്റെ കൂടെ തന്നെ സീസൺ 1 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറായിരുന്ന സാൻഡു ഉണ്ട്. സാൻഡാണെങ്കിൽ അവൻ്റെ കൂടെ തന്നെ ഇന്ന് പാട്ട് പാടുന്ന എല്ലാം തന്നെ ജാക്ക് ദൂരെ നിന്ന് കാണുന്നുണ്ട്. ജാക്കിന് എന്തോ അതങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം തന്നെ അവർ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള യുവയും ടിമ്മിയും കൂടെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവർ വന്നിട്ട് വാ നമുക്ക് ഫ്രണ്ടിൽ പോയിന്നിട്ട് നമുക്ക് ഡീനിനെ ചിയർ ചെയ്യാം, നീ വാന്ന് പറഞ്ഞിട്ട് ജാക്കിനെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ജാക്ക് താൻ വരുന്നില്ല എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാ നീയാണെങ്കിൽ ഇങ്ങനെ കാണിക്കല്ലേ, ഇന്ന് സീനിയേഴ്സിൻ്റെ ഫെയർവെൽ പാർട്ടിയല്ലേ, നീ ആ മൂഡ് ഓഫ് ഒക്കെ മാറ്റി വെച്ചിട്ട് എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. സാൻഡിൻ്റെയും ഡീനിൻ്റെയും പാട്ടെല്ലാം കഴിയുന്ന സമയത്ത് ജാക്ക് പതുക്കെ അവിടുന്ന് മാറിയിട്ട് പോയി ഡ്രിങ്ക്സ് വാങ്ങുന്നുണ്ട്. ഡ്രിങ്ക്സ് വാങ്ങുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് അവൻ്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള റാഫി എന്ന് പറഞ്ഞ പയ്യൻ വരുന്നുണ്ട്. റാഫി ഇതിലെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. റാഫി വന്നിട്ട് അവനും ഡ്രിങ്ക്സ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ജാക്ക് അവിടെ നിൽക്കുന്നത്. റാഫി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ജാക്കിനോട് സംസാരിക്കുന്നുണ്ട്. നീ ഒത്തിരി ഡ്രിങ്ക് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. റാഫിയോട് തിരിച്ച് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ പക്ഷേ ഇതിൻ്റെ മുഖം ഓൾറെഡി ഇങ്ങനെ ചുമന്നിരിക്കുന്നുണ്ട്. നല്ലതുപോലെ കുടിച്ചതുപോലെ ആയിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് റാഫി. അപ്പോൾ അതിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ജാക്ക് പറയുന്നുണ്ട്. അങ്ങനെ റാഫി അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ കൈ വെച്ച് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ജാക്കിനോട് നീ ഒന്ന് നോക്കാനേ പറഞ്ഞിട്ട് ജാക്കിൻ്റെ കൈ പിടിച്ച് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ജാക്കും ആ സമയം അതേ ചൂടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ജാക്ക് ഓർഡർ ചെയ്ത ഡ്രിങ്ക്സ് ഇങ്ങനെ വരുന്നുണ്ട്. അവൻ അതും വാങ്ങിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നടന്നു പോകുന്നുണ്ട്. അതേസമയം ഡീനിനെ കാണിക്കുകയാണെങ്കിൽ ഡീനാണെങ്കിൽ സാൻഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാൻഡ് ഇങ്ങനെ പാട്ട് പാടാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ സാൻഡാണ് ഡീനെ തൻ്റെ കൂടെ ഇൻവൈറ്റ് ചെയ്തത്. സോ അങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിന് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. ആ സമയം സാൻഡ് ഞാൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യാതിരിക്കാനാ, നീയാണെങ്കിൽ ഫൈൻ ആർട്സിലെ പ്രിൻസ് അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെ പ്രിൻസ് ഒന്നും അല്ലാന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ സാൻഡ് പറയുന്നുണ്ട് അങ്ങനെ ഒരു ടൈറ്റിൽ നിനക്ക് ഉണ്ടാകത്തില്ലായിരിക്കും, പക്ഷേ ഈ കോളേജിൽ നിന്നെക്കുറിച്ച് അറിയാത്ത ഒരാൾ പോലും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഡീന ടൈമിന് നമുക്ക് ഒന്ന് ഡ്രിങ്ക് ചെയ്യാനൊക്കെ പോയാലോ, എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം സാൻഡ് ഒരു മറുപടി കൊടുക്കുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് സാൻഡിൻ്റെ ബോയ് ഫ്രണ്ട് റേ വരുന്നുണ്ട്. റേയും നമ്മുടെ സീസൺ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു. സോ റേ വന്നിട്ട് സാൻഡിനോട് സംസാരിക്കുന്നുണ്ട്, കഴിഞ്ഞോ പോകാന്നൊക്കെ ചോദിച്ചിട്ട്. ആ സമയം തന്നെ സാൻഡ് റേയിനെയും ഡീനെയും പരസ്പരം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എൻ്റെ ബോയ് ഫ്രണ്ടിനോടാണ് ഡീന് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നിന്നത് എന്ന് റേക്ക് മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട് തന്നെ ഡീനോട് പറയുന്നുണ്ട് പാടിയതൊക്കെ കൊള്ളായിരുന്നു, പക്ഷേ നിങ്ങളുടെ സൗണ്ട് അങ്ങോട്ടേക്ക് മാച്ച് ആവുന്നില്ല എന്ന്. പ്ലസ് ആയിട്ടാണ് റേ ഇങ്ങനെ പറയുന്നത്. നന്നായിട്ട് തന്നെ ഡീനും സാൻഡിനും മനസ്സിലാക്കാനേ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ബായ് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം റേ ആണെങ്കിൽ ഒടുക്കത്തെ ഫ്ലേർട്ടിങ് ആണല്ലോ എന്ന് സാൻഡിനോട് പറയുമ്പോഴത്തേക്കും അങ്ങനെയൊന്നും ഇല്ല, നീ അല്ല എൻ്റെ ബോയ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡീൻ നേരെ ജാക്കിൻ്റെയും ടൂവയുടെയും ടിമ്മിയുടെ അടുത്തേക്കാണ് വരുന്നത്. ഡീനാണെങ്കിൽ സാനിനോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഇവർ 3 പേരും കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡീൻ വരുമ്പോൾ എടാ ബോയ് ഫ്രണ്ട് ഉള്ളൊരു ചെക്കൻ്റെ അടുത്താണോ നീ പോയി ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്നത്, അവനെങ്ങാനും തിരിച്ച് ഫ്ലേർട്ട് ചെയ്താലോ എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കതിന് പ്രശ്നമില്ലാന്ന് ഡീൻ പറയുന്നുണ്ട്. ആ ടൈമിൽ ടു ആ ബെസ്റ്റ്, നിന്നെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ഡീന് ജാക്കിനോട് എൻ്റെ പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. എന്നാൽ ജാക്ക് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അല്ലാണ്ട് മൊത്തത്തിൽ നോക്കിയാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ഇല്ല നീ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടല്ലോ എന്നും പറയുന്നുണ്ട്. ജാക്ക് പോയി നിന്നെ ശ്രദ്ധിച്ചില്ല എന്ന് തന്നെ പറയാണ്. ആ സമയം തന്നെ ടൂവയും ടിമ്മിയും കൂടെ ഇട്ടാ മതി വഴക്കുണ്ടാക്കിയത്, ഞാനാണെങ്കിൽ വീട്ടിലേക്ക് പോകാണെന്ന് ഡീനിനോട് പറയുന്നുണ്ട്. ഡീനും ടൂവയും ഒരുമിച്ച് ടൂവയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടൂവ പോവാണെന്ന് പറയുമ്പോൾ ഡീനാണെങ്കിൽ ഇല്ല വെയിറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ടൂവ പറയുന്നുണ്ട് നീയാണെങ്കിൽ എല്ലാവരോടും വിശേഷം പറഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു നേരം എടുക്കും, അതുകൊണ്ട് ഞാൻ പോവാണെന്ന്. അതേസമയം ടിമ്മി ഞാനും പോവാണെന്ന് പറഞ്ഞ് 2 പേരോടും ബായ് പറഞ്ഞിട്ട് ടിമ്മിയും ടൂവയും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഡീന ടൈമിന് ജാക്കിൻ്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ആ സമയം അത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നീ ഇതാണോ കുടിക്കുന്നത്, ഭയങ്കര സ്ട്രോങ് ആണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതാണ് ഇഷ്ടം, നിനക്ക് പറ്റത്തില്ലെങ്കിൽ നീ വേറെ വാങ്ങിച്ച് കുടിക്കണമെന്ന് പറയുന്നുണ്ട്. ഡീന ടൈമിന് നമ്മൾ ബ്രേക്കപ്പ് ആയപ്പോൾ തൊട്ട് ഞാൻ എന്ത് ചെയ്താലും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അത് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്ന് തിരിച്ച് ജാക്ക് പറഞ്ഞിട്ട് അവന് ഡ്രിങ്ക്സ് വാങ്ങുന്നുണ്ട്. അതേസമയം തന്നെ ടൂവേനെ നോക്കുകയാണെങ്കിൽ
ആണെങ്കിൽ ടുവ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് പോകാനായിട്ട് ഒരു ക്യാബ് ബുക്ക് ചെയ്യുമായിരുന്നു. ആ ടൈമിൽ തന്നെ അങ്ങോട്ടേക്ക് അർണോൾഡ് വരുന്നുണ്ട്. അർണോൾഡ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. അർണോൾഡ് വന്ന ശേഷം ടുവയുടെ അടുത്ത് അല്ല നീ പോകാനായിട്ട് ഇറങ്ങുവാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇപ്പോൾ ഒരു ക്യാബ് ബുക്ക് ചെയ്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ബാക്കി ആരും വരുന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല അവരൊക്കെ ഡ്രിങ്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ രാവിലെ ആവുന്നവരെ അവർ നിർത്തത്തില്ല, എനിക്കാണെങ്കിൽ നിൽക്കാൻ പറ്റില്ല, ഞാൻ അതുകൊണ്ട് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങി എന്ന് പറയുന്നുണ്ട് അർണോൾഡ്. അപ്പോൾ എനിക്കും അതേ സെയിം സിറ്റുവേഷനാണ്, നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അവർ ഡ്രിങ്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഞാനും ഇറങ്ങുമായിരുന്നു. അല്ല ഒരു കാര്യം ചെയ്യും, നീയാണെങ്കിൽ ക്യാബിൽ പോകാൻ നിൽക്കണ്ട, നമുക്ക് കൊണ്ടിറക്കും ഒരേ വഴിക്കല്ലേ പോകേണ്ട, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യും, എൻ്റെ വണ്ടി വന്ന് കയറാനേ പറയുന്നുണ്ട്. എന്നാൽ ടുവ ഇല്ല കുഴപ്പമില്ല, ഞാൻ ഓൾറെഡി ക്യാബ് ബുക്ക് ചെയ്തല്ലോ, നീ പൊക്കോളാനേ പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, നീ എന്നോട് വന്നാൽ മതി എന്ന് പറഞ്ഞ് ടുവയുടെ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ആ ഒരു ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്ത് കളയുന്നുണ്ട്. ടുവയ്ക്ക് വെക്കാനായിട്ട് അർണോൾഡ് ഹെൽമെറ്റും എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് റാഫിനെ കാണിക്കുകയാണെങ്കിൽ റാഫി ഇപ്പോൾ വാഷ്റൂമിൽ നിൽക്കുകയാണ്. ആ ടൈമിന് അവൻ ഏതൊരു പയ്യനെ കോൾ ചെയ്തിട്ട് ഞാനിന്ന് അങ്ങ് വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ആ പയ്യൻ ഇന്ന് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ്. റാഫിക്കാണെങ്കിൽ ആരെങ്കിലുമായിട്ട് ഇൻറ്റിമേറ്റ് ആവണമെന്നൊരു ഫീൽ ഉണ്ട്, അതുകൊണ്ടാണ് അവൻ ആ ഒരു പയ്യനെ കോൾ ചെയ്തത്. എന്നാൽ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ താനിപ്പോൾ എന്താ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് റാഫി നിൽക്കുന്നത്. അതേ ടൈമിന് അതൊരു മെൻസ് ടോയ്ലറ്റ് ആണെങ്കിൽ പോലും ബാത്റൂമിൻ്റെ അകത്തുനിന്ന് ഒരു പെങ്കൊച്ചപ്പം ഇറങ്ങി പോകുന്നുണ്ട്. അവളുടെ പുറകെ ഒരു പയ്യനും ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇൻറ്റിമേറ്റ് ആയിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ആ ഒരു പയ്യൻ നമ്മുടെ ഈ സീരീസിൽ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ്. ആളുടെ പേര് റോം എന്നാണ്. റോം ഇങ്ങനെ വരുമ്പോൾ തന്നെ റാഫി ആണെങ്കിൽ റോമിനെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അതേസമയം റോമാണെങ്കിൽ എന്ത് പറ്റി നിനക്കാണെങ്കിൽ ഇൻറ്റിമേറ്റ് ആവാൻ ആരെയും കിട്ടിയില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അല്ല നീ ഫോണിൽ സംസാരിച്ചത് ഞാൻ കേട്ടായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അതിന് തനിക്കെന്താ വേണ്ടതെന്ന് അവൻ തിരിച്ച് ചോദിക്കുമ്പോൾ റോം റാഫിയുടെ അടുത്തേക്ക് വന്ന് നിന്നിട്ട് ഈ ആക്ടിങ് മേജറിലുള്ള എല്ലാവരും ഇതേപോലെ ദേഷ്യക്കാരാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. റാഫി അതിന് നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഇൻറ്റിമേറ്റ് ആവാമെന്ന് പറയുന്നുണ്ട്. റാഫി അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും കയറി വരുന്നുണ്ടോ എന്ന് നോക്കിയ ശേഷം റോമിനോട് ചോദിക്കുന്നുണ്ട് ബോയ്സായിട്ടും ഇൻറ്റിമേറ്റ് ആവുന്നില്ല, നിനക്ക് പ്രശ്നമില്ലേന്ന്. ആ ടൈമിന് അവർ ക്യൂട്ടാണെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. റാഫി അപ്പോൾ അവന് സ്വയം ഒന്ന് കണ്ണാടിയിലൊക്കെ നോക്കിയ ശേഷം നിനക്ക് ഇനി എനർജി ബാക്കിയുണ്ടോ എന്ന് ഇനി ചോദിക്കുന്നുണ്ട്. അപ്പം തന്നെ റോം റാഫിനെ കിസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് റോമിൻ്റെ അടുത്ത് റാഫി പറയുന്നുണ്ട് നമ്മുടെ ഇൻറ്റിമേറ്റ് ആവുന്ന കാര്യം ആരോട് നീ പറയരുതെന്ന്. റോം അപ്പോൾ പേടിക്കണ്ട, എൻ്റെ ഈ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ആരോട് ഷെയർ ചെയ്യാറില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ ഉള്ളൊരു ബാത്റൂമിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ആക്ടിംഗ് ക്ലബ്ബിലുള്ള എല്ലാവരും തന്നെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ്. ഇവർ ഈ വർഷത്തെ പ്ലേ ആണെങ്കിൽ നടത്താനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഡയറക്ടർ ആവാനായിട്ട് 2 പേര് കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ജാക്കും ഒന്ന് നീന്യു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനും. അപ്പോൾ ഇവർ രണ്ടുപേരിലും വോട്ട് ചെയ്തിട്ടാണ് ആരെ വേണം തിരഞ്ഞെടുക്കുന്നത്. വോട്ടിങ് അവിടെ വെച്ച് തന്നെ അപ്പോൾ തന്നെ നടത്തുന്നുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത് നോക്കുന്ന സമയത്ത് കൂടുതൽ വോട്ട് വന്നിരിക്കുന്നത് ജാക്കിനായിരുന്നു. സോ ആ ഒരു പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് ജാക്കാണ്. 2 ഡയറക്ടേഴ്സും 2 പ്ലേ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരിലും ആർക്കാണോ അവസരം കിട്ടുന്നത് ഡയറക്ടർ ആവാനായിട്ട് അവർ പ്ലാൻ ചെയ്ത പ്ലേ ആയിരിക്കും ചെയ്യാനായിട്ട് പോകുന്നത്. ജാക്ക് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് റോമിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ആയിരുന്നു. സോ അത് തന്നെ ചെയ്യാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അവനാണെങ്കിൽ അതിന് ജസ്റ്റ് ഒരു കഥ പറയുന്നുണ്ട്. അതായത് 2 വഴക്കുണ്ടാക്കുന്ന കോൺഫ്ലിക്റ്റിൽ പെട്ടിരിക്കുന്ന ഫാമിലീസ്, ആ ഫാമിലീസിലുള്ള 2 പയ്യന്മാർ അവർ ഈ കോൺഫ്ലിക്റ്റിൽ പെട്ടു പോകുന്നുണ്ട്. ബട്ട് എൻഡിങ്ങിൽ അവർ രണ്ടുപേരും തമ്മിലൊരു ഹാപ്പി എൻഡിങ് വരുന്നുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും 2 പെൺകുട്ടികൾ ഒരു ഹാപ്പി എൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ആരും മരിക്കത്തൊന്നുമില്ലല്ലോ, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ജിമ്മി അപ്പം തന്നെ പറയുന്നുണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഞാനാണെന്ന്. ടുവയാണെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. മറ്റൊരു പയ്യൻ എഴുതിയിട്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ നോക്കാമെന്നും പറയുന്നുണ്ട്. ഇനി ആക്ടേഴ്സിനെയും കൂടെ കിട്ടിയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി പറയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഡീൻ തന്നെയല്ലേ ജാക്കിൻ്റെ എല്ലാ പ്ലേയിലും അഭിനയിക്കുന്നത്, എല്ലാ വർഷവും മെയിനായിട്ട് അഭിനയിക്കുന്നതും ഡീൻ തന്നെയല്ലേ, അതുകൊണ്ട് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ജാക്കും ഡീനും ഇപ്പോൾ ബോയ് ഫ്രണ്ട്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ജാക്ക് പെട്ടെന്ന് പറയുന്നുണ്ട് അതിന് എപ്പോഴും ഞാൻ ഡീനിനെ ചൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല, ആർക്കാണോ കഴിവുള്ളത് അവരാണല്ലോ അഭിനയിക്കേണ്ടത്, ഒരാൾ മാത്രമല്ലല്ലോ ഇവിടെ ആക്ടറായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓഡീഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതിൽ നിന്നാണ് ആക്ടറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ പ്ലേയിൽ എന്തെങ്കിലും റോൾ വേണം, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടിമ്മിയോട് വന്ന് സംസാരിക്കാവുന്നതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം തന്നെ ഡീൻ എഴുന്നേറ്റിട്ട് ശരിയാണ് ഓഡീഷൻ നടത്തുന്നതേ നല്ലത്, കാരണം എല്ലാവർക്കും അവസരം കിട്ടണമല്ലോ, ഫെയർ ആയിട്ട് വേണ്ട കാര്യങ്ങൾ നടക്കാനായിട്ടെന്ന് പറഞ്ഞ് അവൻ നേരെ ജാക്കിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നുണ്ട്. എന്നിട്ട് ജാക്കിനോട് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട്, നീ ഒന്ന് ഓർക്കണം, നീ ചെയ്ത എല്ലാ പ്ലേയിലും ഞാനാണ് എപ്പോഴും മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്, കാരണം നിൻ്റെ കണ്ണ് കണ്ടാൽ നിനക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് എന്നിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അവൻ പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഡീൻ വലിയ കാര്യത്തിൽ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജാക്ക് നമ്മളോട് സംസാരിക്കുന്ന പോലെ ഇങ്ങനെ പറയുന്നുണ്ട് അവന് ഇത് എപ്പോഴും കിട്ടുമെന്ന് അവൻ വിചാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ വേറെ ആളെ നോക്കുന്നുണ്ടെന്ന്. എന്നാൽ ഡീൻ നമ്മളോട് പറയുന്ന പോലെ കാണിക്കുന്നത് ആ ഒരു റോള് എന്തായാലും എനിക്കുള്ളത് തന്നെയാണെന്നാണ്. അതിനുശേഷം കാണിക്കുന്നത് അർണോൾഡ് അവൻ്റെ ഡാൻസ് ക്ലാസ്സിൽ നിൽക്കുന്നതാണെന്ന് തോന്നുന്നു. അവനങ്ങനെ പ്രാക്ടീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ടുവ വരുന്നുണ്ട്. അവൻ വരുന്നതും അല്ല എന്തൊരു പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എന്തിനു ചോദിക്കുന്നുണ്ട്. ടുവ ആ ടൈമിന് ഞാൻ ജസ്റ്റ് അവരുടെ കൂടെ ആ ഒരു ആക്ടിങ്ങിൻ്റെ പ്ലേയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട് വന്നതായിരുന്നു, അപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇന്നലെ രാത്രി നീ എന്നെ വീട്ടിലേക്ക് കൊണ്ട് വിട്ടില്ലേ,
സോ അതിന് പകരമായിട്ട് ഞാൻ നിനക്ക് ക്യാഷ് തരാമെന്ന് വിചാരിച്ച് വന്നതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അർണോൾഡ് അതിൻ്റെയൊന്നും ആവശ്യമില്ലാന്ന് പറയുമ്പോൾ ടൂവയാണെങ്കിൽ അതൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അർണോൾഡിന് ഓൺലൈൻ വഴി തന്നെ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ടൂവയാണെങ്കിൽ ഇന്നലെ രാത്രി ഞാൻ ഡ്രിങ്ക് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രശ്നം വല്ലതും ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ പ്രശ്നമേ ഉണ്ടാക്കിയുള്ളൂ, പിന്നെ നെക്സ്റ്റ് ടൈം എൻ്റെ ഹെൽമെറ്റ് തിരിച്ചു തരാനായിട്ട് മറക്കരുത്, അതും കൊണ്ടൊന്ന് പോയേക്കരുതെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൂവ അല്ല ഞാൻ എന്താ ഇങ്ങനെ കുടിച്ചിട്ട് പറഞ്ഞത്, എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ നീ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരു സെക്കൻഡ് ടൂവയുടെ വായിന്ന് എന്തെങ്കിലും വീണ് പോയോ എന്ന് ഓർത്തിട്ട് അവൻ ഒന്ന് ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയം അർണോൾഡ് ടൂവ എന്താണ് പറഞ്ഞതെന്ന് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ അർണോൾഡ് പറയുന്നുണ്ട്, ഓ ഈ ഒരു ഡീനിൻ്റെ കാര്യം, എൻ്റെ വീട്ടിലാണ് അവൻ താമസിക്കുന്നത്, എന്നാൽ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യം അവൻ കേൾക്കത്തില്ല. അവൻ്റെ അടുത്ത് വാട്ടറിൻ്റെ ബില്ല് അങ്ങനെയുള്ള ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം അടയ്ക്കുന്ന കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അതുപോലും അവൻ ചെയ്യുന്നില്ല. എങ്ങനെയാണോ ടൂവയാണെങ്കിൽ ഡ്രിങ്ക് ചെയ്തിട്ട് പറഞ്ഞത് അതേപോലെ തന്നെ ഈ ഒരു ഡയലോഗെല്ലാം അർണോൾഡ് അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. ടൂവ അത് കേട്ട് ചിരിച്ചിട്ട് എന്നെ കളിയാക്കാതെ പോയെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരുന്ന ശേഷം ടൂവ ബായ് പറഞ്ഞ് പോകുന്നുണ്ട്. ആ സമയം അർണോൾഡ് വ്യൂവേഴ്സിനോട് പറയുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അവനെ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്, ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിൽ ഏറ്റവും ക്ലോസ് അവനുമായിട്ടാണെന്ന്. അതേസമയം ടൂവ സംസാരിക്കുന്ന കാണിക്കുവാണെങ്കിൽ ഭാഗ്യം എൻ്റെ വായിന്ന് ഒന്നും തന്നെ അവനെക്കുറിച്ച് പുറത്തേക്കൊന്നുമില്ല, ഞാനിങ്ങനെ ഡ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നോർമലി ഇങ്ങനെ സംസാരിച്ച് പോകാറുണ്ടെന്ന്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ടൂവയ്ക്ക് അർണോൾഡിന് ഇഷ്ടമാണ്. അടുത്ത് റാഫിനെ കാണിക്കുകയാണെങ്കിൽ റാഫി അവൻ്റെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. ഓൾറെഡി ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പെർമിഷൻ ചോദിച്ചിട്ട് അകത്തേക്ക് കയറി ഇരിക്കാനായിട്ട് പോകുമ്പോഴാണ് റോമിനെ ആ ക്ലാസ്സിൽ കാണുന്നത്. ഇതൊരു പുതിയ ക്ലാസ് ആയിരുന്നു. സോ സെയിം സെക്ഷനിൽ അറിയാണ്ടിപ്പോൾ ഇവർ ഒരുമിച്ച് ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ റാഫിനെ കാണുമ്പോൾ തന്നെ റോമാണെങ്കിൽ ആഹാ എൻ്റെ സെയിം ക്ലാസ്സിലാണല്ലോ നീ എന്നിങ്ങനെ പറയുന്നുണ്ട്. വേറെ സീറ്റ് ഒഴിവില്ലാത്തതുകൊണ്ട് തന്നെ റാഫിക്ക് റോമിൻ്റെ അടുത്ത് ഇരിക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സമയം റോമാണെങ്കിൽ ഇന്നലെ രാത്രി അടിപൊളിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം റാഫി ഒന്നും മിണ്ടാതിരിക്കുക, വേറെ ആരെങ്കിലും കേൾക്കുമെന്ന് പറയുമ്പോൾ റോം ആദ്യം ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നാൽ വീണ്ടും അതിനേക്കാളും ഉച്ചത്തിൽ ഇന്നലെ രാത്രി മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. റാഫി അപ്പോൾ ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിൻ്റെ അടുത്തേക്ക് പോലും ഞാൻ വരത്തില്ലായിരുന്നു, നിന്നെങ്കിൽ അതിനെ സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്കും പഠിപ്പിച്ചുകൊണ്ടിരുന്ന മിസ്സാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ സംസാരം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ടൈമിന് റോം പറയുന്നുണ്ട്, അത് പിന്നെ ഇന്നലത്തെ ആ ഒരു പാർട്ടി മിസ് അത് അടിപൊളിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് അത്രയ്ക്ക് സൂപ്പറായിരുന്നു എന്ന് മിസ് ചോദിക്കുമ്പോൾ ആ സൂപ്പറായിരുന്നു അവൻ പറയുന്നുണ്ട്. ആ സമയം റാഫി അത്രയ്ക്കൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ റോം ഇല്ലെന്നേ മറക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു എന്ന് തന്നെ ഇങ്ങനെ കുത്തി കുത്തി പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അവർക്കിടയിൽ തർക്കമാവുകയാണ്, അത് കൊള്ളത്തില്ല അത് കൊള്ളാം എന്നിങ്ങനെ പറയും. ലാസ്റ്റ് മിസ് സമ്മതിച്ചു, പാർട്ടി അടിപൊളിയാണ്, ഇനി മതി എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ പഠിപ്പിക്കാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത് ജാക്കിനെ കാണിക്കുമ്പോൾ ജാക്ക് ഇപ്പോൾ ഒരു സ്പീഡ് ഡേറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അവൻ ടിമ്മീനെ കോൾ ചെയ്തിട്ട് കാസ്റ്റിങ്ങിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ഞാൻ നിനക്ക് അയച്ചിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാനായിട്ട് അവനെ ഏൽപ്പിക്കുന്നുണ്ട്. കോൾ കിട്ടിയതിന് ശേഷം അവൻ അകത്തേക്ക് കയറുന്നുണ്ട്. സ്പീഡ് ഡേറ്റിങ്ങിന് വന്നതാണെന്നൊക്കെ എന്നെ ചോദിച്ചിട്ട് അവൻ്റെ പേരൊക്കെ എഴുതിയെടുക്കുന്നുണ്ട്. ഇതുപോലെ 5 മിനിറ്റൊക്കെ ആയിരിക്കും ഒരാളോട് സംസാരിക്കുന്നത്, അത് കഴിയുമ്പോൾ ഒരു ബെല്ല് റിംഗ് ആവും, അപ്പോഴത്തേക്കും അടുത്ത ആളടുത്ത് സംസാരിക്കാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചെന്നൊരു ടേബിളിലേക്ക് ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് അവൻ്റെ അടുത്ത് ടോൺ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ സംസാരിക്കാനേ വരുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ഒരു 5 മിനിറ്റിൽ പരസ്പരം ചെറുതായിട്ട് പരിചയപ്പെടുന്നുണ്ട്. ആ ഒരു ബെല്ല് റിംഗ് ആയി കഴിയുമ്പോൾ അടുത്തൊരു പയ്യൻ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു പയ്യൻ്റെ അടുത്ത് ഒന്നും തന്നെ ജാക്കിന് തോന്നുന്നുണ്ടായിരുന്നില്ല. സോ ആ ഒരു പയ്യൻ കോൺടാക്ട് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ലൈൻ മൊത്തം ഫുള്ളാണ്, സോ തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവനെ പതൊക്കെ ഒഴിവാക്കി വിടുന്നുണ്ട്. 5 മിനിറ്റ് കഴിയുന്നുണ്ട്, അടുത്ത പയ്യൻ വന്നിരിക്കുന്നുണ്ട്. ജാക്ക് ഹലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് വന്നിരിക്കുന്നത് ഡീനാണെന്ന് അവന് മനസ്സിലാക്കാനേ പറ്റുന്നത്. ഡീനിനെ കാണുന്നതും അവൻ്റെ ഉള്ള ആ ഒരു സ്വൈര്യം അങ്ങ് പോയി കിട്ടുന്നുണ്ട്. ഡീനപ്പോൾ ഹലോ എൻ്റെ പേര് ഡീനാണ്, ഞാനിപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ, സോ ഞാൻ അടുത്തൊരു ബോയ് ഫ്രണ്ടിനെ നോക്കുവാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജാക്കിൻ്റെ അടുത്ത് ഇത്ര പെട്ടെന്ന് തന്നെ നീ അടുത്ത ആൾ തപ്പി തുടങ്ങിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജാക്ക് അതിന് മറുപടി കൊടുക്കുന്നുണ്ട്, എൻ്റെ എക്സ് ഭയങ്കര ഒരു മോശക്കാരനായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനൊരു അപ്ഗ്രേഡ് കൊടുക്കാമെന്ന് എഴുതിയിട്ട് വേറെ ആളെ നോക്കുവാണെന്ന്. ആ സമയം ഡീൻ പറയുന്നുണ്ട്, പക്ഷേ കണ്ടിട്ട് നിനക്ക് ഇവിടെ ഉള്ള ഒരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന്, അതുകൊണ്ട് നീ അങ്ങ് സമ്മതിച്ചേക്ക്, നീയുമായിട്ട് ഏറ്റവും നന്നായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നത് ഞാനാണ്, പിന്നെ നിൻ്റെ ആ ഒരു പ്ലേ അതിന് നീ കൂടുതൽ നോക്കിയൊന്നും വേണ്ട, ആ ഒരു ഓഡിഷൻ നടത്തേണ്ട ആവശ്യമില്ല, കാരണം ആ റോള് എനിക്കുള്ളതാണെന്ന് പറയുന്നുണ്ട്. ജാക്ക് ആ സമയം ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നിന്നെ ഞാൻ ചൂസ് ചെയ്യുന്നത്, നിനക്ക് ഒരു ഉറപ്പും വേണ്ടെന്ന് പറയുന്നുണ്ട്. ഡീനപ്പോൾ നമുക്കത് കണ്ടറിയാമെന്ന് പറയുന്നുണ്ട്. ജാക്ക് അപ്പോൾ ഓക്കെ നിനക്ക് എങ്ങനെയാണ് വിചാരിക്കണമെന്ന് ആഗ്രഹം, ഇനി അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നോളാൻ പറയുന്നുണ്ട്. ആ സമയം 5 മിനിറ്റ് കഴിയുന്നതുകൊണ്ട് തന്നെ ഡീൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അടുത്ത ദിവസം കോളേജിൽ ആ ഒരു ഓഡിഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് നോട്ടീസ് എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നതാണ്. റാഫിയും ആ ഒരു നോട്ടീസ് നോക്കുന്നുണ്ട്. താനും ഓഡീഷന് പങ്കെടുക്കാൻ പോവാണെന്ന് പറയുമ്പോൾ റാഫിയുടെ ഫ്രണ്ട് പീറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ഏത് റോളിനാണ് കൊടുക്കാനായി പോകുന്നത്. ആ സമയം മെയിൻ റോള് എനിക്ക് റോമിയോ വേണമെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ നിനക്കത് കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? എന്തായാലും ജാക്ക് ഡീനിനെ അല്ലേ ചൂസ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ എന്ന് പറയുമ്പോൾ ചാൻസ് കുറവാണ്, കാരണം അവർക്ക് ബ്രേക്കപ്പ് ആയില്ലേ, അപ്പോൾ എൻ്റെ അവസരം ഇതാണ്, ഈ അവസരം ഞാൻ വിട്ടളയാൻ പാടില്ലല്ലോ എന്ന് അവൻ തിരിച്ചു പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റോമിയോയുടെ റോളിന് വേണ്ടിയിട്ട് പല പയ്യന്മാർ വരുന്നുണ്ട്, ഒരു 10 പേരോളം ആവുന്നുണ്ട്. എന്നാൽ ആരെയും തന്നെ ജാക്കിന് ഇഷ്ടപ്പെടുന്നില്ല. ജാക്കിൻ്റെ കൂടെ തന്നെ ഈ ഓഡിഷൻ നടക്കുന്ന സ്ഥലത്ത് ടൂവയും ടിമ്മി ഇരിക്കുന്നുണ്ടായിരുന്നു. സോ ജാക്കിന് ആരും ഇഷ്ടപ്പെടാത്ത കാണുമ്പോഴത്തേക്കും നീ പിന്നെ ഇങ്ങനെ വാശി കാണിക്കാതെ, ഇപ്പം തന്നെ കുറേ നേരം ആയില്ലേ, പോയി ഡീനെ തന്നെ റോമിയോ ആക്കുന്നു, ജാക്കിനെ ഇപ്പോൾ ചെന്ന് അവനോട് പറയാനായിട്ട് മടിയാണെങ്കിൽ നമുക്ക് ടിമ്മീനെ കൊണ്ട് പറയിപ്പിക്കാമെന്ന് ടൂവ പറയുന്നുണ്ട്. അതേസമയം തന്നെ ഡീനെ ചൂസ് ചെയ്യാൻ ജാക്കിനൊരു മടിയുണ്ട് ബ്രേക്കപ്പിൻ്റെ കാര്യമൊക്കെ കാരണം. പക്ഷേ ആ സമയം തന്നെ അങ്ങോട്ടേക്ക് ഡീന് ഞാൻ ഓഡീഷന് വേണ്ടി വന്നതാണെന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞ്
സ്റ്റേജിലേക്ക് വന്ന് കയറുന്നുണ്ട്. ഡീൻ എന്നിട്ട് അവനെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ അവൻ്റെ പേര്, അവൻ്റെ ഹൈറ്റ്, അവൻ്റെ വെയിറ്റ് അതൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് കൂടുതൽ എന്നിട്ട് അറിയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം എൻ്റെ ഒരു ഭാഗം പോലും വിടാതെ മൊത്തത്തിൽ ഡയറക്ടറിനെ എന്നെ നന്നായിട്ട് തന്നെ അറിയാമെന്ന് ജാക്കിനെ നോക്കിക്കൊണ്ട് അവൻ പറയുന്നുണ്ട്. അവൻ്റെ ഈ ബോൾഡായിട്ടുള്ളൊരു മറുപടി കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടുവയും ടിമ്മിയൊക്കെ തന്നെ ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് അങ്ങോട്ടേക്ക് റാഫി കയറി വരുന്നുണ്ട്. എന്നിട്ട് സോറി ഞാൻ ലേറ്റായി പോയി, ഞാൻ ഓഡീഷന് വേണ്ടി വന്നതായിരുന്നു, പ്രിപ്പയർ ചെയ്തിരിക്കൊണ്ടേ വന്നപ്പോഴത്തേക്കും ഒരു അല്പം ലേറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടിമ്മിയും ടുവെല്ലാം തിരിഞ്ഞു നോക്കിയിട്ട് ഏത് റോളിനാണ് ഓഡീഷൻ ചെയ്യുന്നതെന്ന് നോക്കുമ്പോൾ റോമിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്നും പറയുന്നുണ്ട്. റാഫിയും ഡീനും തമ്മിൽ അതിനുശേഷം പരസ്പരം ഭയങ്കര വാശിയോടെ തന്നെ ആ ഒരു റോൾ നേടിയെടുക്കും എന്ന രീതിയിൽ നോക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ആ ഒരു ഓഡീഷൻ ചെയ്യുന്നുണ്ട്. ജാക്കിന് രണ്ടുപേരെ ആക്ടിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇതിൽ രണ്ടുപേരെയും ആരെങ്കിലും ചൂസ് ചെയ്താൽ മതി. ഇവർ ആക്ടിങ് ആയാലും ടിമ്മിക്കായാലും ടുവയ്ക്കായാലും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഈവനിങ് ജാക്കും ടുവയും ടിമ്മിയും കൂടെ ആയിട്ട് ഒരു ക്ലബ്ബിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാക്കിനോട് ടിമ്മി ചോദിക്കുന്നുണ്ട്, അവർ രണ്ടുപേരെയും ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണല്ലേ, എനിക്കായാലും ഭയങ്കര പാട് തോന്നുമായിരുന്നു, കാരണം രണ്ടുപേരും നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചെയ്യും, രണ്ടുപേർക്കും ആ ഒരു റോൾ നീ കൊടുത്തൂടെ, കാരണം നമ്മൾ ചെയ്യുന്നത് റോമിയോ എന്ന പ്ലേ അല്ലേ, അതിൽ രണ്ട് റോമിയോയുടെ ആവശ്യമുണ്ടല്ലോ. സോ വേറെ ആലോചിക്കാൻ നിൽക്കാതെ ഇവർ രണ്ടുപേരും തന്നെ രണ്ട് റോമിയോസ് ആയിട്ട് അങ്ങ് സെലക്ട് ചെയ്താൽ പോരെയും ചോദിക്കുന്നുണ്ട്. എന്നാൽ ജാക്ക് പറയുന്നുണ്ട്, ഇല്ല പറ്റത്തില്ല, അവർ രണ്ട് റോമിയോസിൽ ഒരു റോമിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഓഡീഷൻ ചെയ്തത്. സോ എനിക്ക് ഇവരിൽ ഒരാളെ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം അടുത്ത റോമിയോയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഓഡീഷൻ ചെയ്തോ എന്ന് നോക്കുമ്പോൾ ഇല്ല, ആരും തന്നെ വന്നില്ല എന്ന് ജാക്ക് പറയുന്നുണ്ട്. ടിമ്മി ആ സമയം ഇതൊക്കെ ഇനി എപ്പോൾ കഴിയാൻ, എനിക്കിങ്ങനെ നടന്ന് കഷ്ടപ്പെടാനൊന്നും പറ്റത്തില്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ആ ഒരു ക്ലബിൻ്റെ ഓണറായിട്ടുള്ള പിങ്ക് എന്ന് പറഞ്ഞ ലേഡി അങ്ങോട്ടേക്ക് ചെന്നിട്ട്, അല്ല എന്തായാലും ഇങ്ങനെ ടെൻഷനായി ഇരിക്കുന്നത്, നിന്റെ ബോയ് ഫ്രണ്ട് എവിടെ ജാക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടിമ്മിയും ടുവയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ഡീനും അവനുമാണെങ്കിൽ ഓൾറെഡി ബ്രേക്കപ്പ് ആയി കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പിങ്ക്, ഓ ഞാൻ അതറിഞ്ഞില്ലല്ലോ, ഇതൊക്കെ എപ്പോൾ നടന്നു, പക്ഷേ നിങ്ങളുടെ ഇപ്പോഴും ഒരേ ഫ്രണ്ട് ഗ്രൂപ്പിലാണല്ലോ ഉള്ളത്, ആ എന്ത് പറയാനാണ്, നിങ്ങളൊക്കെ ജെൻസി പിള്ളേരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുന്നുണ്ട്. ജാക്കിന് ഇതുപോലെ ഡീൻ ഇപ്പോഴും അവൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നുള്ള രീതിയിൽ പിങ്ക് ചോദിച്ചത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അത് മനസ്സിലായിട്ട് തന്നെ ടിമ്മിയും ടുവയും പറയുന്നുണ്ട്, നീയാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആൾക്കാർ പറയുന്നത് നിർത്തണമെങ്കിൽ ഒന്നില്ല, നീയാണെങ്കിൽ ഡീനിനോട് സംസാരിക്കുന്നത് നിർത്തണം, അവൻ്റെ ഫ്രണ്ട് ആയിരിക്കുന്നത് നിർത്തണം, അതല്ലെങ്കിൽ നീ വേറെ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. പക്ഷേ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ചെക്കനെയും കിട്ടത്തില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ എഴുന്നേറ്റ് മാറി തരാമെന്ന് പറഞ്ഞിട്ട് ടിമ്മി ടുവേനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ജാക്കിനോട് സംസാരിക്കാനായിട്ട് റാഫി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ട റാഫിയുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവന് ജാക്കിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റാഫി വന്നിട്ട് ജാക്കിൻ്റെ അടുത്ത് ഒറ്റയ്ക്കുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ടിമ്മിയും ടുവയുണ്ട്, അവരങ്ങോട്ടേക്ക് എന്തോ പോയി എന്ന് പറയുന്നുണ്ട്. റാഫിയോടും ഒറ്റയ്ക്കുള്ളതെന്ന് നോക്കുമ്പോൾ പീറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതിലായിട്ട് എത്തിയിട്ടില്ല, സോ അതുവരെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജാക്ക് ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ജാക്കിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ആ സമയം ജാക്ക് പറയുന്നുണ്ട്, ഓഡിഷൻ്റെ റിസൾട്ട് ഇപ്പോൾ ചോദിക്കരുത്, ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന്. റാഫി ഇപ്പോൾ ഇല്ല, പക്ഷേ ഞാൻ ആക്ട് ചെയ്തത് ഓക്കെ ആയിരുന്നു, കാരണം എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജാക്ക്, നീയാണെങ്കിൽ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, നീ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തത്, കോൺഫിഡൻസ് ഒന്നും കളയണ്ട, സൂപ്പറായിട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്കും റാഫിക്ക് ഒരു സന്തോഷമാകുന്നുണ്ട്. റാഫി പെട്ടെന്ന് ഒന്നുകൂടെ അത് പറയാമോ, ഞാനത് ഫോണിൽ റെക്കോർഡ് ചെയ്യട്ടെ, ഇതിൻ്റെ എപ്പോഴും ഇങ്ങനെയൊന്നും കേൾക്കാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ജാക്കിനോട് എനിക്ക് നിൻ്റെ കൂടെ നിൽക്കണമെന്നും നിൻ്റെ പ്ലേയിൽ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് ഡീൻ വന്നിരുന്നിട്ട്, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, നിനക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം റാഫിയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് വരാൻ പോകുന്നേ ഉള്ളൂ, പിന്നെ ജാക്ക് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരുന്നതാണെന്ന് പറയുന്നുണ്ട്. റാഫിക്ക് ജാക്കിനെ ഇഷ്ടമാണ്, എന്നാൽ ഡീന് ജാക്കിനെ സ്വന്തമാക്കിയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ദേഷ്യം അവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഉണ്ട്. അപ്പോൾ ഡീനാണെങ്കിൽ ഇവൻ പറയുമ്പോഴത്തേക്കും ഇവൻ ഒരുമാതിരി നോക്കുന്ന സമയത്ത് റാഫി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ നിന്നോട് അഭിനയിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്, നമ്മൾ ഓഡിഷൻ ചെയ്തപ്പോൾ ഒരേ റോളിലല്ലേ ഓഡിഷൻ ചെയ്തത്, അതുകൊണ്ട് നമ്മൾ ഒരാൾക്കല്ലേ കിട്ടുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഡീനാണെങ്കിൽ അതങ്ങനെ വരത്തുള്ളൂ, പിന്നെ എപ്പോഴത്തെയും പോലെ മിക്കവാറും ഞാൻ തന്നെ മെയിൻ റോൾ എടുക്കും, നിനക്കൊരു സൈഡ് ക്യാരക്ടറായിട്ടും എന്നെ സഹായിച്ചുകൊണ്ട് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ റാഫിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ജാക്കായപ്പോലും ഡീനിനോട് അങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അവനൊന്ന് വാൺ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് റാഫി, ഇല്ല കുഴപ്പമില്ല, ആക്ച്വലി ഡീൻ നീ എൻ്റെ റോൾ മോഡലാണ്, എനിക്ക് നിന്നെ പോലെ ആവണമെന്നാണ് ആഗ്രഹം, നിനക്ക് എന്താണോ ഉണ്ടായിരുന്നത് അതെല്ലാം എനിക്കും വേണമെന്ന് പറയുന്നുണ്ട്. ഇൻഡയറക്റ്റായിട്ട് ഡീനിന് ജാക്കിനെ കിട്ടിയതുപോലെ തന്നെ ജാക്കിനെ തനിക്കും വേണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അത് ഡീനിന് നന്നായിട്ട് തന്നെ മനസ്സിലാക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നു. ആ സമയം തന്നെ റാഫി, എന്നാൽ പിന്നെ വരാം ബൈ ജാക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഡീൻ പറയുന്നുണ്ട്, ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ അവൻ നിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയതാണ്, പക്ഷേ നീ അവനെ റിജക്റ്റ് ചെയ്തു, എന്നിട്ട് ഞാനുമായിട്ട് സെറ്റായി, ഇപ്പോഴും അവൻ നിൻ്റെ പുറകെ നടക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവനൊരു അവസരം കൊടുക്കാനായിട്ട് ഇനിയും വൈകിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ജാക്ക് പറയുന്നുണ്ട്. ആ സമയം നീയാണെങ്കിൽ അപ്പോൾ ആ റോള് എനിക്കല്ലേ തരാൻ പോകുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും അത് പിന്നെ എല്ലാവരും ഇപ്പോഴും നീ അഭിനയിക്കുന്നത് കാണുന്നതല്ലേ, പഴയത് കണ്ട് എല്ലാവരും അടുത്ത് കാണും, സോ പുതിയതിന് ഒരു അവസരം കൊടുക്കണമല്ലോ എന്ന് ജാക്ക് പറയുന്നുണ്ട്. അടുത്ത് റോമിനെ കാണിക്കുകയാണെങ്കിൽ റോമും ഇതേ ക്ലബ്ബിൽ ഒരു DJ ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. സോ അങ്ങോട്ടേക്ക് കയറി പോകുന്ന സമയത്താണ് റാഫി പുറത്തിരുന്ന് സ്മോക്ക് ചെയ്യുന്നത് ഇവൻ കാണുന്നത്. അങ്ങനെ നേരെ ഇവർ റാഫിയോട് വന്ന് സംസാരിക്കുമ്പോൾ, അല്ല താനെന്താ എന്നെ ഫോളോ ചെയ്ത് വന്നതാണോ, സത്യം പറ താൻ എന്നെ വളയ്ക്കാൻ വല്ല ശ്രമവും നടത്തുന്നതാണോ ചോദിക്കുന്നുണ്ട്. റോം അപ്പോൾ ഞാനിവിടുത്തെ DJ
ആണെന്ന് പറയുന്നുണ്ട്. ആ സമയം റാഫി എങ്കിൽ പിന്നെ ഇനി മുതൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും എന്നെ കണ്ട് ഹായ് പറയാൻ നിൽക്കാതെ അങ്ങ് നേരെ കയറിപ്പോയാൽ പോരെ നീന് ചോദിക്കുന്നുണ്ട്. ആ സമയം റോം എന്തിനാ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിവാശി കാണിക്കാൻ നിൽക്കുന്നത്, ഞാനാണെങ്കിൽ ഒരു 5 മിനിറ്റ് പോലും സംസാരിച്ചില്ല, അതിന് മുന്നേ തന്നെ കഴിഞ്ഞ ദിവസം രാത്രി നീ എല്ലാം ചെയ്യാനായിട്ട് നിന്ന് തന്നില്ലേ, ഞാനാണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തതാണ് എൻ്റെയും വിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്കും റാഫി പറയുന്നുണ്ട് നീ കൂടുതൽ അതൊന്നും ആലോചിച്ച് ചിന്തിക്കാനായിട്ട് നിൽക്കണ്ട, കാരണം നീയാണെങ്കിൽ എൻ്റെ ആ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അത് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും റാഫി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കറക്റ്റ് സ്ഥലത്തായിരുന്നു, കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു, കറക്റ്റ് മൂഡായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത്, ഇല്ലെങ്കിൽ ഒരിക്കലും നിനക്കെന്നെ കിട്ടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ക്ലബിൻ്റെ അകത്ത് അതേസമയം ഡീനും ടൂവേ സംസാരിച്ചു നിൽക്കുന്നുണ്ട്. ഡീൻ ചോദിക്കുന്നുണ്ട് ആരെയാണ് ജാക്ക് സെലക്ട് ചെയ്തത്, എന്നെയാണോ റാഫീനെയാണോ എന്ന്. ആ സമയം അത് പിന്നെ ചൂസ് ചെയ്യാൻ സത്യം പറഞ്ഞ പാടാണ്, ഇത്തവണ പറയാതിരിക്കാൻ പറ്റത്തില്ല, നന്നായിട്ട് തന്നെ റാഫി അഭിനയിച്ചു, അവൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയെന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ ഇമ്പ്രൂവ്, സത്യം പറഞ്ഞാൽ എനിക്കാണെങ്കിൽ എൻ്റെ കരച്ചിൽ കൺട്രോൾ ചെയ്യാനും ഒക്കെ തന്നെ പറ്റും, അവനെ കൊണ്ടൊന്നും പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും യുവ പറയുന്നുണ്ട് നിൻ്റെ ടാലൻറ്റിനെ ഇവിടെ ആരും തന്നെ ചോദ്യം ചെയ്തില്ല, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്, നീ നല്ല അടിപൊളിയാണ്, പക്ഷേ അതേസമയം തന്നെ റാഫി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ഇത്തവണ ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷനാണ്, അത്ര എളുപ്പത്തിൽ നിനക്കത് കിട്ടുമെന്ന് തോന്നുന്നില്ല, പിന്നെ കഴിഞ്ഞ വർഷം ജാക്കിൻ്റെ പ്ലേ ആണെങ്കിൽ നീ ഒരുവിധം കുളമാക്കിയില്ലേ, കാരണം നീയാണെങ്കിൽ കിടന്നുറങ്ങിയിട്ട് സമയത്തിന് അങ്ങ് എത്തിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ജാക്ക് നിന്നെ ലയിപ്പിക്കുമെന്നും എനിക്ക് നല്ല സംശയമുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് അർണോൾഡ് നടന്നു വരുന്നത്. അർണോൾഡ് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഡീൻ നോക്കുമ്പോഴത്തേക്കും അർണോൾഡ് എല്ലാവർക്കും ഇങ്ങനെ ഡ്രിങ്ക്സ് ഒക്കെ സെർവ് ചെയ്യുന്ന കാണുമ്പോൾ അർണോൾഡ് ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയെന്ന് ടൂവയോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ജസ്റ്റ് ഇപ്പോൾ പിങ്ക് അവനിവിടെ വർക്ക് ചെയ്യാനായിട്ട് എടുത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ടൂവ ആണെങ്കിൽ അർണോൾഡിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. ടൂവയ്ക്ക് അർണോൾഡ് ഇഷ്ടമാണെന്നുള്ള കാര്യം ഡീന് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് ഡീൻ പറയുന്നുണ്ട് അർണോൾഡ് ഭയങ്കര ഹാൻഡ്സം ആണ്, ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, അവൻ്റെ ലവർ ആവുന്ന ആൾ ഭയങ്കര ലക്കി ആയിരിക്കും, നിനക്കാണെങ്കിൽ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങ് തുറന്ന് പറഞ്ഞുകൂടി ഇതിങ്ങനെ ചോദിക്കുമ്പോൾ തനിക്ക് അങ്ങനെയൊന്നുമില്ല എന്ന രീതിയിലാണ് ടൂ മറുപടി കൊടുക്കുന്നത്. എന്നാൽ ഡീനാണെങ്കിൽ അവനെ വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നതിന് മുമ്പ് നീ പോയി സത്യം തുറന്ന് പറയും, ചുമ്മാ എന്തിനാ അവർ അവസരം കളയുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അർണോൾഡ് ക്ലബിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഡ്രിങ്ക്സിൻ്റെ ബോക്സ് എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ ഒരു ടൂവ വരുന്നുണ്ട്. അർണോൾഡ് അപ്പോൾ നീ എത്തിയോ, നീയാണെങ്കിൽ ഒത്തിരി ഇന്ന് ഡ്രിങ്ക് ചെയ്യാൻ നിൽക്കരുത്, ഇന്നെനിക്ക് വർക്കുള്ളതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുവിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ടൂവ അപ്പോൾ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ജാക്കിൻ്റെ പ്ലേയിൽ ഇനി ഒരു റോമിയോനെയും കൂടെ കിട്ടാനുള്ളതുകൊണ്ട് തന്നെ ഇപ്പം ടൂവ ആണെങ്കിൽ അർണോൾഡിനോട് നിനക്ക് ആ ഒരു പ്ലേക്ക് വരാനായിട്ട് താല്പര്യമുണ്ടോ, ഓഡിഷൻ ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല, അതൊന്നും ശരിയാകത്തില്ല എന്ന് പറയുമ്പോൾ പൈസ കിട്ടുന്ന പരിപാടിയാണെന്ന് ഇവൻ പറയുന്നുണ്ട്. അർണോൾഡ് ജോലിയൊക്കെ ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കുന്നൊരു പയ്യനാണ്, അതുകൊണ്ട് തന്നെ പൈസ കിട്ടുമെന്ന് അറിയുമ്പോഴത്തേക്കും ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. എത്ര കിട്ടുമെന്ന് നോക്കുമ്പോൾ 20,000 അടുപ്പിച്ച് വരുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം എങ്കിയോ ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് തന്നെ അർണോൾഡ് പറയുന്നുണ്ട്. അർണോൾഡ് പോകുന്നതിന് മുമ്പായിട്ട് ടൂവയ്ക്ക് കുടിക്കാനായിട്ട് ഒരു ബോട്ടിൽ ഡ്രിങ്ക്സും കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ തന്ന കാര്യം ആരും അറിയരുതെന്നും പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ആ സമയം ടൂവ പറയുന്നുണ്ട് ഞാൻ പ്രിപ്പയർ ആയിട്ടാണ് വന്നത്, അതും ഫിനാൻഷ്യലി പ്രിപ്പയർ ആയിട്ടാണ് വന്നതെന്ന്. അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു പ്ലേയിൽ റോള് കിട്ടിയാലും ഇവൻ പറഞ്ഞല്ലേ 20,000 രൂപയൊന്നും കിട്ടത്തില്ല, അർണോളിനെ അതിൽ കയറ്റാൻ വേണ്ടി മാത്രം ഇവൻ പറഞ്ഞതാണ്. വേണമെങ്കിൽ ഇവൻ തന്നെ ഇവൻ്റെ കയ്യിൽ നിന്നിട്ട് അർണോളിന് 20,000 കൊടുക്കുകയും ചെയ്യും, അതുകൊണ്ടായിരിക്കും ഫിനാൻഷ്യലി താൻ പ്രിപ്പയർ ആയി വന്നതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടാവുക. അതിനുശേഷം പിന്നീട് ജാക്കും ഡീനും ടിമ്മിയും ടൂവയും കൂടെ ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ കൂടി നിന്ന് ഡ്രിങ്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം തന്നെ അവിടെ തൊട്ടടുത്ത് നിന്നൊരു പയ്യനാണെങ്കിൽ ഡീനുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഡീനും ചിരിച്ച് ഫ്ലേർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ജാക്കിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ താൻ സ്മോക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാനായി തുടങ്ങുന്നുണ്ട്. സൈഡിൽ തന്നെയായിട്ട് റാഫിയും അവൻ്റെ ഫ്രണ്ട് പീറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ജാക്ക് ഒറ്റയ്ക്ക് മാറുന്ന കാണുമ്പോഴത്തേക്കും അവനോട് സംസാരിക്കാനായിട്ട് റാഫി എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഡീജയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്ന റോമും ഇത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ അവരെ പുറകെ പോകുന്നുണ്ട്. അങ്ങനെ ജാക്ക് മാറിയിരിക്കുന്നതും റാഫി ചെന്ന് അവനോട് സംസാരിക്കാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ അപ്പം തന്നെ റോം അങ്ങോട്ടേക്ക് വന്നിട്ട് നീ എന്താ വീട്ടിലേക്ക് വരാത്തെ, അമ്മ നിന്നെ അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ അത് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, പ്ലേയുടെ കാര്യമൊക്കെ ആയിട്ട് ബിസി ആയി നിന്നു എന്ന് പറയുന്നുണ്ട്. റോം ആ സമയം റാഫിനെ നോക്കിയിട്ട് ഇതാരാ നിന്റെ പുതിയ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ജാക്കിനോട് ചോദിക്കുമ്പോഴത്തേക്കും അല്ല ഇവൻ്റെ ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്ന് പറയുന്നുണ്ട്. റോം ആ സമയം വീണ്ടും റാഫിനെ നോക്കിയിട്ടോ ഞാൻ വിചാരിച്ചു ഇത് നിന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന്. ആ സമയം ജാക്ക് നിനക്ക് എന്താ വേണ്ടതെന്നിങ്ങനെ ചോദിച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. അതേസമയം തന്നെ റാഫി ആണെങ്കിൽ ഭയങ്കര ഷോക്കായി നിൽക്കാണ്. കാരണം ഈ സംസാരത്തിൽ നിന്ന് ഇപ്പോഴാണ് റാഫിക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, റോമും ജാക്കും ബ്രദേഴ്സ് ആണെന്നുള്ള കാര്യം. ഇതാർക്കും തന്നെ കോളേജിൽ അങ്ങനെ അറിയത്തില്ലെന്നാണ് റാഫിയുടെ ഒരു ഇത്. റാഫിയും ഇത് കേട്ടിട്ടില്ല. സോ ഇപ്പോൾ ഇങ്ങനെ അറിയുമ്പോഴത്തേക്കും റാഫി ഭയങ്കരമായിട്ട് ഷോക്കായി പോകുന്നുണ്ട്. അവൻ്റെ ആ ഒരു ഷോക്കിൻ്റെ കാര്യങ്ങളെല്ലാം അവൻ വ്യൂവേഴ്സിനോട് പറയുന്ന പോലെ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോമും അവനും ഇങ്ങനെ സംസാരിച്ചിട്ട് പറയുന്നുണ്ട് അവൻ എൻ്റെ സിബ്ലിംഗ് ആണെന്ന് ആരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് അവനെ അങ്ങനെ ചേട്ടാന്ന് വിളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമൊന്നും വന്ന് നിൽക്കുന്നില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ജാക്കാണെങ്കിൽ പുറത്തേക്ക് ചെന്നിരിക്കുമ്പോഴത്തേക്കും അവിടെ ഇരുന്നൊരു പയ്യൻ ജാക്കിൻ്റെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഫ്ലേർട്ടിംഗ് ഒക്കെ ഇങ്ങനെ ചെയ്യാനായി നോക്കുന്നുണ്ട്. സിഗരറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ജാക്ക് കണ്ണാടി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ പവർ എത്രയുണ്ട്, ഇത് കണ്ണാടി മാറ്റി കഴിഞ്ഞാൽ എന്തുമാത്രം കാണാനായിട്ട് പറ്റും, ഞാൻ എത്ര ക്ലോസ് ആയിരുന്നാലായിരിക്കും എന്നെ കാണാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു പയ്യൻ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം റാഫി നേരെ റോമിൻ്റെ അടുത്തേക്ക് പോവാണ്. റോമാണെങ്കിൽ
ചേച്ചിയുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. റാഫി ചെന്നിട്ട് നീയും ജാക്കും ബ്രദേഴ്സ് ആണെന്നുള്ള കാര്യം എന്താണ് പറയാത്തതെന്ന് ചോദിക്കുമ്പോൾ നീ വിചാരിക്കുന്ന അതേ റീസൺ കൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നമ്മൾ രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആയ കാര്യം ജാക്ക് അറിഞ്ഞാൽ അവൻ നിന്നെ സ്നേഹിക്കത്തില്ല, നിന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ലെന്നാണ് നീ വിചാരിക്കുന്നത്, അതാണ് നിന്റെ പേടിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും റാഫിക്ക് അത് തന്നെയാണ് അവൻ്റെ മൈൻഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നീയാണെങ്കിൽ ആ കാര്യം അവനോട് പറയരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ റോമ് പറയാൻ പറ്റില്ല, എങ്ങാനും ഞാൻ ഡ്രിങ്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്ത് അറിയാതെ എങ്ങനെ എൻ്റെ വായിന്നത് വന്നു പോയാലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് റാഫിയാണെങ്കിൽ നീ അത് അവനോട് പറയുകയേ ചെയ്യരുതെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം റാഫിയുടെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് അറിയാണ്ട് റോമിൻ്റെ DJ സെറ്റിലോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്ടെന്ന് മ്യൂസിക് സ്റ്റോപ്പായി പോകുന്നുണ്ട്. പെട്ടെന്ന് പിങ്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പാട്ട് വയ്ക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ റാഫി അവൻ്റെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്തിട്ട് പാട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവൻ്റെ ഒരു DJ സെറ്റ് നന്നായിട്ട് തന്നെ കേടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. റോം ആ സമയം ഉറപ്പായിട്ടും നീ തിരിച്ച് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കുറേ കഴിയുമ്പോൾ എല്ലാവരും അവരെ പാർട്ടിയൊക്കെ അവസാനിപ്പിച്ചിട്ട് തിരിച്ച് പോകുന്നുണ്ട്. ടിമ്മി ഭയങ്കരമായിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ടുവ എങ്ങനെയൊക്കെയാണ് അവനെ പിടിച്ചുകൊണ്ട് പോകാനായി നോക്കുന്നത്. അവനാണെങ്കിൽ വൊമിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ടുവയ്ക്കാണെങ്കിൽ ഇവനെ പിടിച്ചുകൊണ്ട് പോകാനും പറ്റുന്നില്ല. ആ സമയം പെട്ടെന്ന് അർണോൾഡ് ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ സമയം അർണോൾഡ് ടുവയുടെ അടുത്ത് പറയുന്നുണ്ട് നീ എന്നോട് പറയുന്നേ ഒന്ന് ഓഡീഷൻ ചെയ്ത് നോക്കാനായിട്ട്, ഞാൻ അത് ചെയ്ത് നോക്കാം, എനിക്ക് കിട്ടുമെന്നൊന്നും ഉറപ്പില്ല, ട്രൈ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ടുവ അപ്പോൾ ഇതിന് ഉറപ്പായിട്ട് റോള് കിട്ടുമെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ജാക്കിനെ കാണിക്കുകയാണെങ്കിൽ ജാക്ക് ക്ലബ്ബിൽ വെച്ച് കണ്ട ആ ഒരു പയ്യനുമായിട്ട് അവൻ്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഇൻറ്റിമേറ്റ് ആവാൻ തുടങ്ങുന്ന നേരത്താണ് അവിടുത്തെ പാസ്വേഡ് അടിച്ചിട്ട് ഡോർ തുറന്ന് അകത്തേക്ക് ഡീൻ കയറി വരുന്നത്. ഡീൻ വരുന്നതാകുമ്പോഴത്തേക്കും നീ എന്തിനാ അകത്തേക്ക് വന്നത്, എങ്ങനെയാണ് വന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയായിട്ട് ഡീൻ ജാക്കിനോട് ചോദിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് തന്നെയാണോ നീ ഇപ്പോഴും പാസ്വേഡായിട്ട് വെച്ചേക്കുന്നതെന്ന്. എന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പകരമായിട്ട് നിനക്ക് ഈ ഒരു പയ്യനെ മാത്രമേ കിട്ടിയുള്ളൂ, കുറച്ചുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പയ്യനെ കളിയാക്കുന്ന പോലെ തന്നെ ഡീൻ സംസാരിക്കുന്നുണ്ട്. ജാക്ക് അപ്പോൾ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്, നീ പോവാനേ പറയുമ്പോൾ എന്തിനാ എന്നെ പറഞ്ഞു വിടാൻ നോക്കുന്നത്, ഈ ബെഡിൽ വെച്ച് നമ്മൾ എത്ര തവണ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ ആ ഒരു പയ്യൻ നിങ്ങളുടെ ഇടയിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എനിക്ക് ഇടപെടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ജാക്ക് ആ സമയം ഡീനോട് നിനക്ക് ശരിക്കും എന്താ വേണ്ടതെന്ന് നോക്കുമ്പോൾ ഡീനാണെങ്കിൽ അത് പിന്നെ ഇപ്പോൾ വെളുപ്പാങ്കാലം 2 മണിയായില്ലേ, ഇന്നിങ്ങനെ നീ ഇവിടെ സ്റ്റേ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ അതൊന്നും പറ്റത്തില്ല, നീ പോവാനേ പറയുന്നുണ്ട്. എന്നാൽ ഡീനാണെങ്കിൽ പതുക്കെ പതുക്കെ ജാക്കിനെ ടച്ച് ചെയ്യാനും ഇൻറ്റിമേറ്റ് ആവാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. ജാക്ക് അപ്പോൾ റോമിയോയുടെ റോൾ കിട്ടാനായിട്ട് നീ ഇൻറ്റിമേറ്റ് ആവുക വരെ ചെയ്യുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഡീൻ ആ സമയം എനിക്ക് റോമിയോയുടെ റോളും വേണം, എനിക്ക് നിന്നെയും വേണം, പിന്നെ നിനക്ക് നന്നായിട്ടറിയാം ഓഡിഷൻ ചെയ്യാതെ തന്നെ ആ ഒരു റോളിന് ഞാൻ ഭയങ്കര ഡിസേർവിങ് ആണെന്ന്. അതും പറഞ്ഞുകൊണ്ട് ഡീനാണെങ്കിൽ ജാക്കിനെ കിസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. ജാക്ക് ആദ്യം തടയാനായി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നീട് അവനും തിരിച്ച് കിസ് ചെയ്ത് അവർ ഇൻറ്റിമേറ്റ് ആവുന്നുണ്ട്. അതും കാണിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നത്. സോ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഇട്ടായിരുന്നു വരെ ബൈ.